പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുഹൃദയത്തിന് ലുത്തിനിയ, തിരുഹൃദയത്തിലുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള സഭയുടെ പരമ്പരാഗത പ്രാർത്ഥനകളിലെ ഓരോ വാക്കുകളുമാണ് നിങ്ങൾക്കൊരു അനുഗ്രഹമായി ആശംസയായി ഇങ്ങനെ പറയുന്നത്. സ്നേഹം കൊണ്ട് നിറയട്ടെ, ധൈര്യം കൊണ്ട് നിറയട്ടെ, മറയ്ക്കപ്പെടട്ടെ എന്നൊക്കെ ഓരോ ആഴ്ചകൾ പറയുന്നത് നമ്മുടെ ആ ഒരു സഭയുടെ വലിയൊരു ഔദ്യോഗിക പരമ്പരാഗതമായ ഒരു പ്രാർത്ഥനയിലുള്ള ആ കൃപ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൻ്റെ നല്ല ദിവസം, ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ സംബന്ധിക്കാൻ ദൈവം നമ്മൾ തിരഞ്ഞെടുത്തു. കർത്താവിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അഭിഷേകാത്മി കുടുംബം കർത്താവിൻ്റെ വലിയൊരു കുടുംബമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ എല്ലാം കർത്താവിൻ്റെ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു തുടക്കക്കാരൻ നമുക്ക് വളരെ പ്രിയപ്പെട്ട സേവക പട്ടാലിച്ചനാണ്. അച്ഛൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ ബൈബിളിൽ ഞാൻ ഇത്രയും വർഷക്കാലം ബഹുമാനപ്പെട്ട സേവക മട്ടാലിച്ചൻ്റെ കൂട്ടായ്മയിൽ സഹവൈദികരുടെ, സഹസിസ്റ്റേഴ്സ്, സഹശുശ്രൂഷരെല്ലാം കൂട്ടായ്മയിൽ എത്ര വർഷക്കാലം ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ആത്മീയ രഹസ്യം, ആത്മീയ സത്യം എന്ന് പറയുന്നത്, നമുക്കൊരു നിഷ്കളങ്കതയുണ്ടോ പെട്ടെന്ന് അങ്ങോട്ട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും നല്ല നിഷ്കളങ്കതയുള്ളവരാണെന്ന് എനിക്കറിയാം. 18-ാമത്തെ സങ്കീർത്തനത്തിൽ 25-26 തിരുവചനങ്ങൾ മനോഹരമായ വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: നിഷ്കളങ്കനോട് നിഷ്കളങ്കമായും നിർമ്മലനോട് നിർമ്മലമായും അവിടുന്ന് പെരുമാറുന്നു. പ്രൈസ് ദി ലോർഡ്. അടപ്പാടി സഖ്യോനിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ ഒരു കുടുംബം, അവർ കർത്താവിൻ്റെ ഒരച്ഛൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അങ്ങോട്ട് വിശ്വസിച്ചു. അതുപോലെ തന്നെ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമുണ്ട്, ദൈവത്തിന് അവരവിടെ പോയി ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു. ദൈവം ഞാൻ പറയുക നിഷ്കളങ്കതയുണ്ടോ രക്ഷപ്പെട്ടു. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് സ്മിജു ഫ്രാൻസിസ്. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുണ്ടായത്തോട് എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ്. അപ്പം ഞങ്ങൾ ഒരു 12 വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2010 ഞങ്ങളിവിടെ വന്ന സമയത്ത് ബിനോയച്ചനെ താഴെ വെച്ച് കണ്ടു, അവിടെ വെച്ചിട്ട്. അപ്പോൾ ബിനോയച്ചൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സന്താനഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് മിനിമം ഒരു 5 പിള്ളേരെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളും അതിനു വേണ്ടിയിട്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുങ്ങി ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം കുടുംബത്തിൽ ധാരാളം മക്കളെ വേണം. ജീവനെ സ്നേഹിക്കുന്ന കുടുംബമാണ്. കുടുംബം ജീവന് വേണ്ടിയുള്ളതാണ് കുടുംബം. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ജീവൻ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് ഇവർ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബിനോയ്ച്ചൻ പറഞ്ഞായിരുന്നു, ബിനോയ്ച്ചൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് 5 മക്കളെങ്കിലും മിനിമം ഉണ്ടാവും, അതിന് മുകളിലേക്കല്ലാതെ താഴ്ത്തിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇവർക്ക് സന്തോഷം. ഇവർ പറഞ്ഞു യെസ് ലോർഡ്, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ഇവർ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം 5ാമത്തെ മോള്, ആദ്യത്തെ 4 ആൺകുട്ടികളാണ്, 5ാമത്തെ മോള് കഴിഞ്ഞ വർഷം മെയ് മാസത്തെ 25-ാം തീയതി ഞങ്ങൾക്ക് ഉണ്ടായി. 5 പേരും പ്ലസ് ഇവർ 2 പേരും കൂടി ഒരുമിച്ച് വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഭവനത്തിൻ്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഒരു 40-50 വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു. അപ്പോൾ 2018-19 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് 2019 ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി. അതോടുകൂടി എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള ഒരു അവസ്ഥയിലായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. കാരണം ഒരു പുതിയ വീടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു 6 ഫീറ്റ് വഴിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോണ് കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും സാമ്പത്തിക പ്രകാശമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് 2019 ഇതേമാതിരി വെള്ളം കയറി. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് കൽക്കുരിശിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് പണിയാനുള്ള അനുഗ്രഹം ഉണ്ടാകണം. ഇനി ഞങ്ങൾ വരുന്നതിന് മുന്നേ, ഇവിടെ വരുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു വീട് പണിയാൻ പറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കൽക്കുരിശ് മലയിൽ വന്ന്
കൽക്കുരിശ് തൊട്ടി എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയിൽ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിച്ച് പ്രകടമായ വിധ അത്ഭുതങ്ങൾ കാണുന്ന ഒരു സ്ഥലമാണ് ഈ കൽക്കുരിശ് തൊട്ടി. അപ്പോൾ ഇവർ കൽക്കുരിശ് തൊട്ടിയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ എന്ന് പറഞ്ഞ് കരഞ്ഞ് കൂട്ടമായ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ കൽക്കുരിശ് തൊട്ടി. അതിനുശേഷം ഞങ്ങൾ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കി 2021 ഫെബ്രുവരി 16 ഞങ്ങളുടെ വീടിൻ്റെ തറക്കല്ലിടാൻ സാധിച്ചു. അതിനുശേഷം ഈ കൊറോണ ആണെങ്കിലും കൂടിയിട്ടും ഒരു ദിവസം പോലും പണി താമസം ഉണ്ടായിട്ടില്ല. 2021 നവംബർ 21 വീടിൻ്റെ പണി പൂർത്തിയാകുകയും മൂത്തയാളുടെ ആദ്യ കുർബാന, 5ാമത്തെ ആളുടെ മാമോദീസ, ഞങ്ങളുടെ വീടിൻ്റെ വെഞ്ചിരിപ്പ്, ഈ 3 നല്ലൊരു അനുഗ്രഹം ഒന്നിച്ചങ്ങോട്ട് ഈ 3 സംഗതിയും കൂടി നമ്മുടെ താമരശ്ശേരിയിലെ ബഹുമാനപ്പെട്ട ബിഷപ്പ് റെമോജിയസ് പിതാവ് വന്ന് നടത്തി തരികയും ചെയ്തു. കർത്താവ് അനുഗ്രഹിച്ചു. വലിയ സന്തോഷത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് കർത്താവ് കുടുംബത്തിനടുത്ത് കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് സാക്ഷിയെല്ലാം കാണുമ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്, സന്തോഷം കൂടുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അവർക്കൊരു നിഷ്കളങ്ക വിശ്വാസം ഉണ്ടായിരുന്നു. അവരാ കൽക്കുരിശ് തൊട്ടിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ ഇടപെടുമെന്ന് അവിടെ സഖിയോൻ്റെ ശുശ്രൂഷ എന്ന് ബഹുമാനപ്പെട്ട ഒട്ടാരച്ചൻ അല്ലെങ്കിൽ അച്ഛന്മാർ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവരത് സിമ്പിളായിട്ട് ഞങ്ങൾ വിശ്വസിച്ചു. അവരെ തൊട്ട് ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ആ കുടുംബത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ തോന്നി, ഇതാ അത്ര പിള്ളേരെ ദൈവം അവരങ്ങ് വിശ്വസിച്ച് സ്വീകരിച്ചു. അപ്പോൾ ബൈബിളിൽ ആരാണോ സ്വീകരിക്കുന്നത് അവരുടെ കൂടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു വിശ്വാസം കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വിശ്വാസം തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം. എഫെസൂസ് ലേഖനത്തിലെ വചനമുണ്ട്, വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ അപ്പസ്തോലന്മാർ പ്രത്യേകത അവർക്ക് നിഷ്കളങ്ക വിശ്വാസമായിരുന്നു. പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞ് അവർ കുറച്ചിതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം കാത്തിരുന്നു. ദൈവം ഇടപെട്ടു അല്ലേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളൊക്കെ ചാടി എഴുന്നേറ്റോ. ഇന്ന് കുട്ടികൾക്കടക്കം എല്ലാവരും കർത്താവ് ഒരു പുതിയ കർമ്മം, ഒരു നിഷ്കളങ്ക വിശ്വാസം നൽകി കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കനിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ ദയ തോന്നണമേ. പരിശുദ്ധ റൂഹായേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഒരു നിഷ്കളങ്ക വിശ്വാസം നൽകണമേ. വചനത്തെ വചനമായി വിശ്വസിക്കാൻ, വചനത്തെ ദൈവമായി വിശ്വസിക്കുവാൻ. കർത്താവേ, കർത്താവിൻ്റെ ദാസന്മാരെ, കർത്താവിൻ്റെ പുരോഹിതന്മാരെ, കർത്താവിൻ്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ശുഭമായിരിക്കുമെന്നുള്ള ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിലെ വചനം വിശ്വസിക്കാൻ തക്കവിധം കർത്താവായ ദൈവമേ വലിയൊരു വിശ്വാസത്തിന്റെ നിഷ്കളങ്കതയുടെ കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. കൈയടിച്ച് ആത്മാവെ കനിയണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം ചെയ്യണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്നിൽ പതിയണമേ. അഗ്നിനാവുകളെന്നിൽ പതിയണമേ. ആത്മാവെ കനിയണമേ, വലിയ സന്തോഷത്തോടെ അഭിഷേകം ചൊരിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം ചൊരിയണമേ. കരങ്ങൾ താഴ്ത്തി കൈയടിച്ച് മോശമേൽ വലിയൊരു തീ പകർന്നു കൊടുത്ത കർത്താവേ, യോശുവയുടെ മേൽ തീ പകർന്നു കൊടുത്ത കർത്താവേ, ഇസ്രായേൽ ജനത്തെ നയിക്കാൻ തക്കവിധം വലിയ അഭിഷേകം പകർന്നു കൊടുത്ത കർത്താവേ, ചെങ്കടലിന് മുമ്പിൽ മോശ വടി ഉയർത്തി പിടിച്ചിട്ട് നിഷ്കളങ്ക വിശ്വാസത്തോടെ നിൽക്കുകയല്ലേ. എത്രയോ വലിയ അനുഗ്രഹമാണ്, എത്രയോ വലിയ അനുഗ്രഹമാണ്. മോശയുടെ കൈകളിലൂടെ അതുപോലെ ദൈവം പ്രവർത്തിച്ചു. കാരണം മോശ അതുപോലെ ദൈവത്തിൽ ശരണപ്പെട്ടു, അതുപോലെ നിഷ്കളങ്ക വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവമേ, തലമുറയായി വിശ്വാസം ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു നന്ദി പറയുന്നു. ഒരു നിഷ്കളങ്ക വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉജ്ജ്വലിപ്പിക്കണമേ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശമേൽ തീ പകർന്നു കൊടുത്തവനെ, ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശമേൽ തീ പകർന്നു കൊടുത്തവനെ, മുൾപ്പടപ്പ് കത്തുമ്പോ
പോലെ ഇറങ്ങണമേ. വെള്ളം തിളയ്ക്കുന്ന പോലെ കവിയണമേ. തീയിൽ മുൾപ്പടപ്പ് കത്തും പോലെ ഇറങ്ങണമേ. വെള്ളം തിളയ്ക്കുന്ന പോലെ കവിയണമേ. ആത്മാവെ കനിയണമേ. കൈകൾ ഉയർത്തി അഭിഷേകം ചൊരിയണമേ. ആത്മാവെ കനിയണമേ. ആത്മാവെ കനിയണമേ. യേശുവേ അഭിഷേകം ചൊരിയണമേ. ആത്മാവേ ആത്മാവെ കനിയണമേ. അഭിഷേകം ചൊരിയണമേ. ആത്മാവെ കനിയണമേ. അഭിഷേകം ചൊരിയണമേ. വലിയ ദാഹത്തോടെ ആത്മാവെ കനിയണമേ. അഭിഷേകം ഒരു നിഷ്കളങ്ക വിശ്വാസത്തിന്റെ അഭിഷേകം ആത്മാവെ കനിയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല 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 ഹല. ഓ കർത്താവേ, ഞങ്ങളെ ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങളെ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളെ നാമത്തെ ഏറ്റുപറയുന്നു. യേശു എന്ന നാമത്തിലാണല്ലോ എല്ലാം വർഷിക്കപ്പെടുന്നത്. എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന വചനമുണ്ടല്ലോ. ഓ പിതാവേ, ഓ ആബാ പിതാവേ, ഓ ആബാ പിതാവേ, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്കൊരു നിഷ്കളങ്ക വിശ്വാസം പകരണമേ. ഞങ്ങളുടെ വിശ്വാസം ഉജ്ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ അംഗങ്ങളെ കാണുകയാണ്. ജീവിത പങ്കാളിയെ കാണുന്നു. കർത്താ, മക്കളെ ഓർക്കുന്നു, മരുമക്കളെ ഓർക്കുന്നു, ഇളം തലമുറകളെ ഓർക്കുന്നു. ദൈവമേ, വിശ്വാസത്തിൽ വലിയൊരു പകർച്ചയുണ്ടാകണം. ഒരു നിഷ്കളങ്ക വിശ്വാസം നിറയേണ്ടത്. ദൈവമേ, വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈശോയുടെ വാക്കുകളിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശ്വാസം ഇല്ലാതെ, പ്രാർത്ഥനയില്ലാതെ, വചനമില്ലാതെ, തിരുസഭാ സ്നേഹമില്ലാതെ കുടുംബങ്ങളിൽ അകന്നിരിക്കുന്ന ഓരോരുത്തരും കൊണ്ട് മധ്യസ്ഥ വഹിക്കുകയാണ്. വിശ്വാസത്തിന്റെ ആത്മാവേ, കർത്താവേ, തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവേ, ഇപ്പോൾ ഈ അഭിഷേകാന്തി ശുശ്രൂഷയിൽ കർത്താവേ, ടിവിക്ക് മുൻപിലോ മാധ്യമങ്ങൾക്ക് മുൻപിലോ നിന്ന് കരങ്ങൾ ഉയർത്തി ശംഖ് പൊട്ടി കർത്താവേ, കുടുംബാംഗങ്ങൾ പലരുടെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ വിശ്വാസത്തെ കണ്ട് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഉള്ളിൽ നിഷ്കളങ്ക വിശ്വാസത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. രണ്ട് തിമോത്തി 1:6 എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം നീ ഉജ്ജ്വലിപ്പിക്കണം. വിശ്വാസത്തിന്റെ വരം ഇപ്പൊ ഉജ്ജ്വലിക്കട്ടെ. വിശ്വാസത്തിന്റെ വരം ഉജ്ജ്വലിക്കട്ടെ. വിശ്വാസത്തിന്റെ വരം ജ്വലിക്കട്ടെ. ആരാധന 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 സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന ആരാധന. കർത്താവേ, വിശ്വാസത്തോടെ ഈ ഒരു അഭിഷേകം എപ്പിസോഡിൽ സംബന്ധിക്കുമ്പോൾ ലക്ഷങ്ങളോട് ചേർന്ന് ഐക്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ കാണണമേ കർത്താവേ. മക്കളില്ലാത്ത കുടുംബങ്ങൾ, ധാരാളം മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ, കർത്താവേ, അവരുടെ നിയോഗങ്ങളെ കാണണമേ. ഭവനമില്ലാത്തവർ, ദൈവമേ, രോഗികൾ, തടസ്സങ്ങളുള്ളവർ, വേദനിക്കുന്നവർ, ആരുമില്ലാത്തവർ, എല്ലാവരുടെ നിയോഗങ്ങളെ കാണുക. പ്രാർത്ഥിക്കുന്ന ഈശോയെ കരുണ തോന്നണം, സ്പർശിക്കണം കർത്താവ്. രോഗികളെ, കുഞ്ഞുങ്ങളെല്ലാം ഇവിടുന്ന് കാണണം കർത്താവേ. കർത്താവേ, 9 ദിവസം നൊവേന എന്നതുപോലെ എപ്പിസോഡുകൾ നിയോഗം വെച്ച് കാണുന്നവരെ അവിടുന്ന് ഓർക്കണം കർത്താവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിടുക്കം വേണോ വേണ്ടയോ? അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരു ദിവസം ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്കയുടെ തുടക്കത്തിൽ ഒരു വൈദികനിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കാൻ പ്രേരണ എടുത്തൊരു കുഞ്ഞു പ്രാർത്ഥന
ആ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, ഇന്നേ വരെ ഞങ്ങളിലൂടെ അങ്ങ് ചെയ്ത നന്മ പ്രവർത്തികൾ അവിടുന്ന് ഓർക്കണമേ. എന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഇനി ഞങ്ങളിലൂടെ അങ്ങ് ചെയ്യാൻ പോകുന്ന, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളിലൂടെ ചെയ്ത് പൂർത്തിയാക്കാൻ അങ്ങ് ഉദ്ദേശിച്ചിരിക്കുന്ന നന്മ പ്രവർത്തികൾ അവിടുന്ന് ഓർക്കണമേ. എന്നിട്ട് പറഞ്ഞ് ഹെബ്രായർ 8:12 വചനപ്രകാരം പറഞ്ഞു, കർത്താവേ, ഇന്നേ വരെ ഞങ്ങൾ ചെയ്തുള്ള പാപങ്ങളെല്ലാം അവിടുന്ന് മറക്കണമേ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. അത് യാത്രയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ ആ പ്രാർത്ഥനയ്ക്കുള്ളിൽ വലിയ ഒരു കാര്യം ഇരിപ്പുണ്ട്. യേശയ്യ പ്രവചനത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 26:12. അവിടെ ഈശോ പഠിപ്പിക്കുന്ന, കർത്താൻ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പ്രവർത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത്. ഹല്ലേലൂയാ. ആ അച്ഛൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉൾപ്പൊരുള് വചനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ യേശയ്യ പ്രവാചകൻ പ്രവചിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്, കർത്താവേ, യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രവർത്തികൾ അങ്ങാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ അഭിഷേകാഗ്നി റെക്കോർഡിങ്, ഈ അഭിഷേകാഗ്നി എപ്പിസോഡ്, ഈ അഭിഷേകാഗ്നി എപ്പിസോഡ് വാസ്തവത്തിൽ ഇവിടെയുള്ള സഹശുശ്രൂഷകരുണ്ട്, ബെനിറ്റാമി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടീമാണിത്, വലിയൊരു ടീമാണ്. ആ ടീമാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതെല്ലാം വാസ്തവത്തിൽ ദൈവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്, ദൈവമേ, അങ്ങാണല്ലോ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലേ? നമ്മളാണ് മല പറിക്കുന്നത്, നമ്മളാണ്. അങ്ങനെയല്ല, ഇതെല്ലാം യഥാർത്ഥത്തിൽ ദൈവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ബൈബിളിൽ വലിയ ജ്ഞാനമുള്ള ദാവീദിനൊക്കെ ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമുണ്ട്. നിങ്ങൾ എന്ത് നോക്ക്, ദാവീദിലൂടെ ദൈവം ചെയ്ത കാര്യത്തിന് കയ്യും കണക്കുണ്ട്. എന്തുമാത്രം കാര്യങ്ങളാണ് ദാവീദ് പ്രവർത്തിച്ചത്, അല്ലേ? ദാവീദ് പ്രവർത്തിച്ചത് പറയുമ്പോഴും ദൈവമാണ് പ്രവർത്തിച്ചത്. എന്തുമാത്രം കാര്യങ്ങളാണ്. എണ്ണിയാ തീരാത്ത ഹൃദയത്തിന് അടങ്ങിയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ദാവീദിനെ വിശേഷിപ്പിക്കുക. പക്ഷേ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥന, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. 1 ദിനവൃത്താന്തം 17-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 17:19. കർത്താവേ, ഈ ദാസന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസാ ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ദാവീദിന് വേണ്ടി ഈ യുദ്ധങ്ങളിലെല്ലാം വിജയം നൽകിയത് കർത്താവാണ്. സോളമൻ ദേവാലയം പണിയാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ദാവീദിലൂടെ ചെയ്തത് കർത്താവാണ്. അതുകൊണ്ട് ദാവീദിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ദാവീദിലൂടെ ഇതുപോലെ കാര്യങ്ങൾ നടക്കാൻ കാരണം ദാവീദിനറിയാം, ഞാൻ വെറും ബാലനാണ്, കഴിവില്ലാത്തവനാണ്, ഒന്നുമില്ലാത്തവനാണ്. അതുകൊണ്ട് ദാവീദിന് അതുപോലെ ദൈവത്തിൽ ആശ്രയമുണ്ട്. അതുകൊണ്ട് തന്നെ ദാവീദിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ കേട്ട വചനം. ദൈവമേ, യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രവർത്തികൾ അങ്ങ് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൽ അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞ് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ഇതുപോലത്തെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 17-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനത്തിൽ, ഫസ്റ്റ് ക്രോണിക്കിൾ ചാപ്റ്റർ 17:16, അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ദാവീദ് രാജാവ് അകത്തു പോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയാണ്, കാരണം ദാവീദ് വരെ മാറ്റടയനായിരുന്ന ദാവീദിനെ ദൈവം അതുപോലെ വളർത്തി ഉയർത്തി അനേക കാര്യങ്ങൾ ദാവീദിലൂടെ ദൈവം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞു പറയും, എൻ്റെ ദൈവമേ, അങ്ങ് ഈ നിലയിൽ എന്നെ എത്തിക്കാൻ അങ്ങയുടെ സന്നിധി ഞാനും എൻ്റെ കുടുംബം എന്നതാ ഉള്ളത്, ഒന്നുമില്ല, എല്ലാം അവിടുന്നാണ് ചെയ്തത്, എന്നിട്ട് അവിടുന്നാണ് പ്രസിദ്ധമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് മാത്രം. അപ്പോ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിലൂടെ യഥാർത്ഥത്തിൽ ദൈവം തൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക, കർത്താവാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ബേസിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിയണം.
ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചതെന്ന് 1 Corinthians 15:10 പൗലോസ്ലീഹ പറയുന്ന കാര്യം ഓർക്കണം. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ട് മറ്റാരേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള കൃപയാണ് അധ്വാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഭാവിയിൽ നമ്മൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ദൈവം ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതും ദൈവം നമ്മളോട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഫേസ്യസ് ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം, Ephesians chapter 2:10 നമുക്ക് വായിക്കാം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. Praise the Lord. Praise the Lord. So we are created in Jesus Christ. യേശു ക്രിസ്തുവിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ദൈവം മുൻകൂട്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന സമയത്ത്, ഇന്ന ദിവസം, ഇന്ന ഡേറ്റിൽ, അല്ലേ, ഇന്ന സൽപ്രവൃത്തി, ഇന്ന സത്പ്രവൃത്തി ഇന്ന ആളിലൂടെ നടക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളോട് അങ്ങ് ചെയ്ത നന്മ പ്രവർത്തികൾ ഓർക്കണേ, ഇന്ന് ചെയ്യാനിരിക്കുന്ന നന്മ പ്രവർത്തികൾ ഓർക്കണമേ. അതിനിടയ്ക്ക് കുറെ ബലഹീനത കൊണ്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താ? നമ്മൾ തന്നെ ചെയ്യുന്ന സംഗതിയുടെ പേരാണ് പാപം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ആകെ ചെയ്യുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ പിടുക്കുകൊണ്ട് ചെയ്യുന്ന സംഗതിയാണ് പാപം. അതുകൊണ്ടാണ് ഹെബ്രായർ 8:12 വചനം പഠിപ്പിക്കുന്നത്, ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ അവിടെ നിന്ന് മറക്കണമേ. അതൊരു പ്രാർത്ഥനയാണ്. ഐ വിൽ റിമെമ്പർ യുവർ സിൻസ് നോ മോർ. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ഓർക്കുകയല്ല. നമ്മൾ എന്താ ചെയ്താലും കളിച്ചു പിടിച്ചത് പാപമായിട്ട് മാറുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു ദൈവബദ്ധൽ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന്, ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്കവിധം നമ്മൾ നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മളിലൂടെ നടക്കുമാറ് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കാം. ഈ 2 ഡ്യൂട്ടിയെ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അത് ഏത് ജീവിതാന്തരപ്പെട്ട ആളാണെങ്കിലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ പ്രവർത്തികൾ എന്ന് പറയുന്നതൊക്കെ ദൈവസന്നിധിയിൽ ഒന്നുമില്ല. യെശയ്യാ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 31-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 1:31. കുട്ടികൾ മുതിർന്ന എല്ലാവരും ചേർന്നങ്ങ് വായിച്ചു. ബലവാൻ ചണനാര് പോലെയും അവന്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും. 2 ഒന്നിച്ചു കത്തി നശിക്കും. അഗ്നി ശമിപ്പിക്കാൻ ആരും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലെ ബലവാൻ എന്ന് പറയുന്നത് എന്താണ്? ചണനാര്. ഇനി ഞാൻ ദൈവസന്നിധി വലിയ ബലവാനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, കുറെ പ്രവൃത്തി ഞാനങ്ങോട്ട് ചെയ്യുന്നു. അതിന്റെ പേരാണ് തീപ്പൊരി. എൻ്റെ നിങ്ങൾ ചോദിക്കുക, ചണനാരും തീപ്പൊരിയും കൂടെ ഒരുമിച്ച് വെച്ചാൽ എന്തുണ്ടാവും? അതാണ് അടുത്ത പറയുന്നത്, 2 ഒന്നിച്ചു കത്തി നശിക്കും. ബലവാൻ ചണനാര് പോലെയും അവന്റെ പ്രവൃത്തികൾ തീപ്പൊരി പോലെയുമാണ്. 2 ഒന്നിച്ച് കത്തി നശിക്കും. അഗ്നി ശമിപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കുകയല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളല്ല ചെയ്യുന്നത് എന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ വരണം. അത് ദൈവമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ബലവാനല്ല. ഇനി ഞാൻ ബലവാനാണെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ ഞാൻ ചില പ്രവൃത്തികൾ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, 2 ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവർത്തികൾ മൂലം അവൻ കത്തി നശിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അനേക കുടുംബങ്ങൾ അങ്ങനെയാണ്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തെ ആശ്രയിക്കാതെ കുറേ പ്രവർത്തികൾ ചെയ്തു. അവസാനം എന്തായി? ആ പ്രവർത്തികൾ മൂലമുള്ള കടബാധ്യതയും വന്ന് തകർച്ചയും വന്ന് ഈ പ്രവൃത്തി ചെയ്ത ആളടക്കം നശിക്കുകയാണ്. അല്ലേ? ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയുമാണ്. 2 ഒന്നിച്ച് കത്തി നശിക്കും. ഇന്നത് കേട്ട സാക്ഷ്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അവരൊന്നുമില്ല, അവർ സിമ്പിളായിട്ട് ദൈവത്തെ ആശ്രയിക്കുന്നു. അല്ല, സിമ്പിളായിട്ട് ദൈവത്തെ ആശ്രയിക്കും. ദൈവത്തിൻ്റെ ദാസന്മാരെന്താണ് പറയുന്നത്? സഭ എന്താണ് പറയുന്നത്? വചനം എന്താണ് പറയുന്നത്? അതങ്ങോട്ട് സ്വീകരിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു. എല്ലാം ക്രമാനുഗതമായി അനുഗ്രഹം പ്രാപിച്ച് കടന്നു വരും. എന്നാൽ ദൈവത്തെ ആശ്രയിക്കാതെ പോകുന്ന ദുഷ്ടനെ കുറിച്ച് ബൈബിൾ വചനം വെളിപ്പെടുത്തുക. പ്രഭാഷകൻ 21:9 ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടി വെച്ചതുപോലെയാണ്, അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും.
ദുഷ്ടന്റെ പ്രവർത്തികൾ ചണനാര് കൂട്ടി വെച്ച പോലെ രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബലവും ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. യേശയ്യാ പ്രവചനത്തിൽ 30-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനം ഇത് നമുക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ളൊരു വചനമാണ്. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായി ഇരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. അടുത്ത വാക്യം നമ്മൾ പല പ്രാവശ്യം വായിക്കണം. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൈവഭക്തന്റെ ബലം എന്ന് പറയുന്നത് ദൈവത്തിനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്വസ്ഥത, പിന്നെ ദൈവത്തിലുള്ള ആശ്രയം, അതാണ് ബലം. അപ്പോൾ ബലവാന്റെ ബലം, ദൈവഭക്തന്റെ ബലം എന്ന് പറയുന്നത് ദൈവാശ്രയമാണ്. ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് അവന്റെ ബലമെന്ന് പറയുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയ. പക്ഷേ പലപ്പോഴും എന്നാ സംഭവിക്കുന്നറിയോ? പലപ്പോഴും ഈ ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം മുമ്പേ കേട്ടതുപോലെ നമ്മൾ വേഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കും. അതാണ് 16-ാമത്തെ തിരുവചനം. നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കൊന്നുമില്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും, അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും, ഞങ്ങൾ ശീഘ്രതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ ആശ്രയിക്കാതെ നമ്മൾ അതിവേഗം പോയാൽ നമ്മളെ നശിപ്പിക്കാനുള്ള സംഗതികൾ അതിശീഘ്രം വന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാൻ സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ലാതെ അതിശീഘ്രം ഒരുപാട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങ് ബെസ്റ്റായിട്ട് ഇങ്ങനെ കയറി പോകുന്ന വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ പിന്തുടരുന്നവരും വേഗത കൂട്ടി അതിനേക്കാൾ വേഗത്തിൽ വരുമെന്ന് വചനം വെളിപ്പെടുത്തുക. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലച്ചൻ PDM പ്രദേശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അഭിഷേക സ്റ്റേഷനൊക്കെ ബന്ധപ്പെട്ട് ഒരു ഷെയറിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. പണ്ടത്തെ കാലത്ത് കാരണവന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വാഹന സൗകര്യങ്ങളൊന്നുമില്ല. സ്കൂളിൽ നടന്നു പോകുന്ന കുട്ടികൾ സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോകാൻ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് എല്ലാത്തിനും സമയമുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ സമയം, അല്ലേ? എല്ലാത്തിനും സമയം, കളിക്കാൻ സമയം, എന്തിനും സമയം. എന്നാൽ എന്തായി? സൗകര്യങ്ങളങ്ങ് വർദ്ധിച്ച് അതിശീഘ്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ? നമ്മളുടെ ദൈവഭക്തിയും പ്രാർത്ഥന അതിനനുസരിച്ച് വളരുന്നുണ്ട്. എല്ലാം കാർ നിന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ജെറമ്യ 7:24 പറയുമ്പോൾ വചനം പഠിപ്പിക്കുന്നത്, അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ ചെയ്തില്ല, തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. കാര്യം കയറി പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെയല്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ശരിക്കും പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു 52:12 ഹൃദയത്തിൽ സൂക്ഷിക്കണം. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിലെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാൻ ദൈവം തരുന്ന ടൈമുണ്ട്, ഗ്രേസ് ടൈം. അതിനുള്ളിൽ അത് ചെയ്തു തീർക്കണം, അത് കറക്റ്റാണ്. എന്നാൽ അതിനേക്കാൾ കൂടെ തിരക്ക് കൂട്ടി പോകുന്നത് അപകടകരമായ യാത്രയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നന്നായിട്ടൊന്ന് ആത്മശോധന ചെയ്യാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ അതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. യേശു അല്ലാതെ മറ്റാർക്കും അത് സാധിക്കില്ല. ദൈവത്തിൻ്റെ ഹന്ന ഹൃദയവികാരങ്ങൾ ചൊരിഞ്ഞതുപോലെ പ്രാർത്ഥിക്കുകയാണ്. രോഗികൾ ഇപ്പോൾ തങ്ങളുടെ അവസ്ഥ പറയാം, കർത്താവേ എന്നെ സുഖപ്പെടുത്തണം. എത്രയോ രോഗികൾ ബൈബിളിൽ ഈശോയുടെ അടുത്ത് എന്ന് പറഞ്ഞ്, ഈശോ എന്നെ സുഖപ്പെടുത്തണം കർത്താവേ. കർത്താവ് അവരെല്ലാം സുഖപ്പെടുത്തി. മനസ്സിൽ ഒരുപാട് തിക്താനുഭവങ്ങളിലെ വേദനകളും മുറിവുകളും കടന്നു പോകുന്ന ഓരോരുത്തരും ദൈവമേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ലൂക്ക 6:19 അവനെന്ന് ശക്തി പുറപ്പെട്ട അനേകരെ സുഖപ്പെടുത്തി എന്നുള്ളത് വചനമാണ്. രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി യേശുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വചനമാണ്. നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുകയാണ്. അതേ ഈശോയാണ്. രണ്ടാം വരമ്പിൽ വരുന്ന അതേ ഈശോ. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്, എന്നെ സുഖപ്പെടുത്തണമേ, സൗഖ്യം നൽകണമേ, സുഖപ്പെടുത്തണമേ. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന, സുഖമാക്കണമേ, ഈശോയെ
സുഖമാക്കണേ ഈശോയെ സുഖമാ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലെ ദൈവത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ കർത്താവേ. രോഗപീഠകൾ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. പൈശാചിക പീഠകൾ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. തടസ്സങ്ങളുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ച് വിടുവിക്കുന്നു. ആന്തരിക മുറകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കൈകൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ സൗഖ്യം പ്രാപിക്കുന്നു. അനേകർ വിടുതൽ പ്രാപിക്കുന്നു. സുഖമാ